അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തെരണ്ടി കറി വയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരു 75 കിലോ ഉള്ള ഒരു തെരണ്ടിയാണ്. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കറി വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കറി വയ്ക്കാം. നമുക്കിതിനെ കട്ട് ചെയ്യാം. വാലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓടി സാധനം ഇവിടെ ഒരു പേട്ട കിട്ടിയുണ്ടല്ലോ, സംഗതി അടിപൊളിയായിരിക്കും. അതെ, അതെടുത്ത് വയ്ക്ക്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് കുറച്ച് വേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ സെൻറ്റർ ഇപ്പോൾ പൊളിക്കുന്നില്ല, സൈഡിൽ ഇറച്ചിയൊക്കെ ആദ്യം മാറ്റാം. നമുക്കൊന്ന് കഴുകിയെടുക്കാം. രണ്ട് മൂന്ന് തവണ നല്ല മൂന്ന് കഴുകണം. ഈ ബ്ലഡൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ 2-3 തവണ നല്ലപോലെ കഴുകിയിരുന്നത്. നമ്മുടെ വാളംപുളിയാണത്, നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിനെ. ഇത് നമുക്കിതിൽ ഒഴിക്കാമല്ലോ. ഇത് നമുക്കിതിൽ വീണ്ടും ഒഴിച്ച് വയ്ക്കാം. അങ്ങനെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ പാലക്കാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വറുത്തരച്ചൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് മുളക് പൊടി. നമ്മളിതിൽ കുറച്ച് മീൻ നമ്മൾ മാറ്റി വറുക്കാനായിട്ട്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചത്, ഉപ്പ്, കല്ലുപ്പാണ്. ഇതിങ്ങനെ ഊറാൻ വയ്ക്കാം നമ്മൾ. ഇത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ നീണ്ടി പിടിക്കട്ടെ, പുളിയും. ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ. നമ്മൾ മറ്റ് പരിപാടികൾക്ക് റെഡിയാക്കുമ്പോഴേക്കും ഇത് നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിക്കും. അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുപ്പ് കത്തിക്കാം. ചെറിയ ചുള്ളലൊക്കെ വെച്ച് കൊടുക്കണം.
പിടിക്കട്ടെ, തീ പിടിക്കട്ടെ നല്ലോണം. അപ്പോൾ നമ്മുടെ തീ നല്ലോണം കത്താൻ തുടങ്ങിയിട്ട് നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. നമുക്കിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉരുളി നല്ലോണം ചൂടായിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നമ്മുടെ ഉള്ളിയും ഇതൊക്കെ മൂത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇടാം. തക്കാളി നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണം. മതി. കുറച്ച് നേരം അടച്ചു വയ്ക്കാം, വേകട്ടെ മീൻ. ആ നമ്മുടെ കറി അടിപൊളി. ആ പൊളി സംഭവം. ഇനി നമുക്കൊരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ രുചി. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ. എന്താ മണല്ലേ പക്ഷേ. നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. ഒന്ന് മീൻ പൊരിച്ചെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിക്കാം. നമുക്ക് എണ്ണ ചൂടായി. ഒരുപാട് ചൂടായ പ്രശ്നമാണ്. മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും വേറെ. സംഗതി ആയിക്കൊണ്ടിരിക്കണം. നമ്മുടെ സംഗതി റെഡിയായിരുന്നു. ആ എന്താ മണം രതീഷേ, നല്ല മണമല്ലേ? അതെ.
നമ്മൾ തിരണ്ടി കറി. എന്താ കറി? ഒരു പപ്പടം വെച്ച് കൊടുക്കാം. ഇനി ഒരു അച്ചാറിന് കുറവ് വേണ്ട, ഒരു നാരങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. ആ ചോറ് നല്ല പൂ പോലെ വെന്തുട്ടാ. കറി സൂപ്പർ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? തിരണ്ടി കറി പറയുന്നത് ഒന്നൊന്നര സംഭവമാണ്. തിരണ്ടി വറുത്തരച്ചും ചെയ്യാം. നമ്മൾ ഈ തമിഴ്നാട് പിന്നെ നമ്മുടെ നാട്ടിലെ സ്റ്റൈലാണ് ചെയ്യുക. നീ വറുത്ത് ഒരു രക്ഷയില്ലാട്ടാ. കറണ്ട് എങ്ങനെയാണ് സംഭവം? പപ്പടം എല്ലാം കൂടി കട്ടി കഴിക്കണത്. അടിപൊളി സംഭവം, അടിപൊളി. ഒന്നും പറയാനില്ല. നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ വറുത്തരച്ച അതും ഒരു അടിപൊളി കറിയാണ്. ഇത് നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കറി വെച്ചാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ വാളംപുളി, പാലക്കാട്ടിൻ്റെ ഒരു പുളി. എൻ്റെ പൊന്നെ അടിപൊളി, ഒന്നും പറയാനില്ല. തിരണ്ടി പിന്നെ കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണ്. അതെ, നമ്മൾ രതീഷ് ആദ്യമായിട്ട് കഴിക്കണം അല്ലേ തിരണ്ടി? ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും വളരെ അപൂർവമാണ് തിരണ്ടി. അതെ. പിന്നെ ഞങ്ങൾ വലിയൊരു തിരണ്ടിയാണ് എടുത്തത്. അതിൽ കുറച്ച് മീൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് മീൻ കറിയും എല്ലാം കൂടി കൊടുത്തു വിടാം. എന്താണ് ചേട്ടാ? അവരടിച്ച് പൊളിക്കട്ടെ, അവരുടെ ഇഷ്ടത്തിനും കുറച്ചുണ്ടാക്കട്ടെ, നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കൂടി കൊടുക്കാം. എന്തായാലും സംഭവം ഒരു രക്ഷയില്ല. ഒരു ഗംഭീരമായ ടേസ്റ്റ്, വല്ലാത്ത ടേസ്റ്റ് ശരിക്കും. എല്ലാം കഴിച്ച് തീർത്തിട്ട് വേണം അത്രയും ടേസ്റ്റാണ്. കഴിച്ചാൽ പിന്നെയും കഴിക്കും. അതെ, സംഭവം അടിപൊളി. എന്തായാലും ഒരു രക്ഷയില്ല, ഭയങ്കര രക്ഷയിപ്പോൾ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.